മലയാളി പ്രേക്ഷകരെ ഒന്നടങ്കം വിറപ്പിച്ച ഒരു ക്ലാസിക്കൽ ഹൊറർ ചിത്രം. മോഹൻലാൽ എന്ന നടനവിസ്മയത്തിൻ്റെ സൂപ്പർ താര പദവിയിലേക്കുള്ള യാത്രയിൽ ചെയ്ത ആദ്യ ഹൊറർ ചിത്രം അതാണ് ശ്രീകൃഷ്ണ പരുന്ത്. 1984 സെപ്റ്റംബർ 7 റിലീസ് ചെയ്ത ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് പ്രശസ്ത ഛായാഗ്രഹകനും സംവിധായകനുമായ എ വിൻസെൻ്റ് മാഷാണ്. ഈ സിനിമയുടെ കഥ, തിരക്കഥ, സംഭാഷണം എന്നിവ എഴുതിയിരിക്കുന്നത് പ്രശസ്ത ഗാനരചയിതാവും സംവിധായകനുമായ ശ്രീകുമാരൻ തമ്പിയുടെ ജ്യേഷ്ഠൻ PV തമ്പിയാണ്. മോഹൻലാലിൻ്റെ അഭിനയ ജീവിതത്തിലെ മികച്ച വേഷങ്ങളിലൊന്നാണ് ഈ സിനിമയിലെ കുമാരൻ തമ്പി. മോഹൻലാലിനെ കൂടാതെ ജഗതി ശ്രീകുമാർ, ബാലൻ കെ നായർ, MG സോമൻ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, മാള അരവിന്ദൻ, സുകുമാരി, മീന തുടങ്ങിയവരും, പ്രമീള, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ ശ്രദ്ധേയമായ നടി കാഞ്ചന എന്നിവരും ഈ സിനിമയിൽ അഭിനയിക്കുന്നു. കാഞ്ചന അഭിനയിക്കുന്ന മലയാളത്തിലെ 8ാമത്തെ സിനിമയാണ് ഇത്. ഇവരോടൊപ്പം തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ ശ്രദ്ധേയായ നടി അരുണയുടെ 4ാമത്തെ മലയാള സിനിമയാണ് ശ്രീകൃഷ്ണ പരുന്ത്. ഇവരോടൊപ്പം പുതുമുഖ നായികമാരായി പവിത്ര, ബിന്ദു തുടങ്ങിയവരും അഭിനയിച്ചിരിക്കുന്നു. എനിക്ക് വിശക്കുന്നു. നിന്നെ ഞാൻ ചാമ്പലാക്കും. ഈ ചിത്രത്തിൽ വില്ലൻ കഥാപാത്രമായി, അതായത് ദുർമന്ത്രവാദിയായി അഭിനയിച്ചിരിക്കുന്നത് തമിഴ് നടൻ G ശ്രീനിവാസനാണ്. അദ്ദേഹത്തിൻ്റെ ഒരേയൊരു മലയാള സിനിമയാണ് ഇത്. ശൂരക്കാട്ട് പട്ടതിരിപ്പാട് എന്ന വേഷത്തിലാണ് അദ്ദേഹം അഭിനയിച്ചത്. തെമ്മാടിയും സ്ത്രീലമ്പടനുമായ കുമാരൻ എന്ന യുവാവ് ഒരു മന്ത്രവാദിയായി മാറുന്നതും പിന്നീട് പ്രലോഭനങ്ങളിൽപ്പെട്ട് വഴിതെറ്റുന്നതുമാണ് ചിത്രത്തിൻ്റെ ഇതിവൃത്തം. ലക്ഷ്മിക്കുട്ടിയുമായുള്ള ശാരീരിക ബന്ധവും ഭാനുമതിയുടെ ദാരുണമായ അന്ത്യവും കുമാരനെ വരാഹി ദേവിയുടെ ഉപാസനാക്കി മാറ്റുന്നു. എന്നാൽ കുലദേവതയായ ഗരുഡനെ മറന്നുകൊണ്ട് അധികാരത്തിനും അഹങ്കാരത്തിനുമായി മന്ത്രവാദം ഉപയോഗിച്ച കുമാരന് ഒടുവിൽ നേരിടേണ്ടി വന്നത് ദാരുണമായ അന്ത്യമായിരുന്നു. മലയാള സിനിമയിലെ ഏറ്റവും വലിയ ഹൊറർ ചിത്രം എന്ന് പറയുന്നത് പോലെ തന്നെ ഇതിലെ ഓരോ രംഗങ്ങളും ഭീതിപ്പെടുത്തുന്നവയാണ്. ഇന്നും മലയാളികളുടെ മനസ്സിൽ മായാത്തവയുമാണ്. അവയിലൊന്നാണ് ഒരു തീഗോളത്തിൻ്റെ രൂപത്തിൽ വരുന്ന ഒരു യക്ഷി ഒരു കൊച്ചു ബാലികയെ ക്രൂരമായി ഓടിച്ചിട്ട് കൊലപ്പെടുത്തുന്നത്. ഈ രംഗമൊക്കെ ഇന്നും മലയാളികൾക്കിടയിൽ ഇന്നും ഒരു പേടി സ്വപ്നമാണ്. അതേപോലെ തന്നെ മാള അരവിന്ദൻ അവതരിപ്പിക്കുന്ന കുമാരൻ തമ്പിയുടെ കാര്യസ്ഥൻ്റെ വേഷവും വിഷക്കാറ്റ് വരുത്തി കൊല്ലിക്കുന്നതും മറ്റൊന്നാണ്. K രാഘവൻ മാഷിൻ്റെ സംഗീതത്തിൽ P ഭാസ്കരൻ മാഷ് എഴുതിയ ഗാനങ്ങളൊക്കെ ഇതിനോടകം സൂപ്പർ ഹിറ്റുകളായിരുന്നു. മോതിരക്കൈ വിരലുകളാൽ, നിലാവിൻ്റെ പൂങ്കാവിൽ തുടങ്ങിയവയാണ് ആ പാട്ടുകൾ.
ഇവയിൽ ഏറെ ഹിറ്റ് നിലാവിൻ്റെ പൂങ്കാവിൽ എന്ന് പറയുന്ന ഗാനമാണ്. ഈ ഗാനത്തിൽ പ്രേതം എൻ്റെ കുമാരേട്ട എന്ന വിളിയുമൊക്കെ ഇന്നും ഹിറ്റാണ്. നിലാവിൻ്റെ പൂങ്കാവിൽ നിശാപുഷ്പഗന്ധം കിനാവിൻ്റെ തേന്മാവിൽ രാപ്പാടി പാടി നിലാവിൻ്റെ പൂങ്കാവിൽ നിശാപുഷ്പഗന്ധം കിനാവിൻ്റെ തേന്മാവിൽ രാപ്പാടി പാടി നിലാവിൻ്റെ പൂങ്കാവിൽ. ചിത്രത്തിൽ ഏറെ വിസ്മയിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഇതിൻ്റെ ക്ലൈമാക്സ്. ഗരുഡൻ്റെ ആക്രമണവും കൊട്ടാരം കത്തുന്നതുമൊക്കെ ഇന്നും പ്രേക്ഷക മനസ്സിൽ വിസ്മയമാണ്. കൊട്ടാരത്തിൽ കടന്നു കയറിയ കുമാരനെ കൃഷ്ണപ്പരന്ത് ഉപദ്രവിച്ചു. തീയിൽ വെന്ത കുമാരനെ അനന്തരവൻ പുറത്തെത്തിച്ചു. അനന്തരവന് മന്ത്രം പകർന്ന് നൽകി അയാൾ മരിച്ചു. നീ വാർത്താളി ഭക്തനല്ലേ? നിന്റെ ദുർദേവത നിന്നെ രക്ഷിക്കും. കൃഷ്ണപ്പരന്തിനെ വന്ദിക്കുകയോ നിന്ദിക്കുകയോ കഥ ഇങ്ങനെ സിമ്പിളായി അവസാനിച്ചെങ്കിലും സിനിമ കണ്ടിരിക്കുമ്പോൾ അത്ര രസകരമല്ല. മുഴുവൻ സമയവും ആഭിചാരവും യക്ഷിയെ തളക്കലും വിഷചികിത്സയും ഒക്കെയായി പോകുന്ന സിനിമ ഇടയ്ക്ക് മടുപ്പിക്കുക തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത്തരം സിനിമകളിൽ പിന്നീട് എന്ത് സംഭവിച്ചു എന്നറിയാനുള്ള ആകാംക്ഷയും ചെറിയൊരു പ്രേരണ ഉണ്ടാക്കും. പക്ഷേ ക്ലൈമാക്സ് ഊഹിക്കാവുന്നതായതുകൊണ്ട് വലിയ അതിശയോക്തിയൊന്നും തോന്നുകയില്ല. മുഴുവൻ സമയവും ഇരുട്ടും ഇല്ലവും കാടും സർപ്പക്കാവും ഒക്കെയായി ഒരുതരം അസ്വസ്ഥതയുണ്ടാക്കാൻ മാത്രമേ ഇപ്പോൾ ഈ സിനിമയ്ക്ക് കഴിയുന്നുള്ളൂ. അക്കാലത്ത് കുടുംബവും കുട്ടികളുമായി ഒരുമിച്ചിരുന്ന് കാണാൻ കഴിയാത്ത ഒരു സിനിമയായിരുന്നു ശ്രീകൃഷ്ണപരന്ത്. ശ്രീകൃഷ്ണപരന്ത് എന്ന് കേട്ടാൽ പഴയ തലമുറ നെറ്റിച്ചുടിച്ചിരുന്നു. ആഭിചാരക്രിയകളും രക്ഷസും പ്രേതങ്ങളും വിഷചികിത്സയുമൊക്കെ ഉള്ള ഒരു സംഗമമായിരുന്നു ശ്രീകൃഷ്ണപരന്ത്. ഹൊറർ സിനിമകൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള പ്രതികാരത്തിൻ്റെ കഥ പറയുന്നതാണ് അത്തരം സിനിമകൾ. എന്നാൽ ഇവിടെ യക്ഷികളുടെ കഥ പറയുന്നതിന് പകരം യക്ഷികളെയും രക്ഷസിനെയും തളയ്ക്കുന്ന മാന്ത്രികൻ്റെ കഥയാണ് ചിത്രം പറയുന്നത്. മോഹൻലാൽ എന്ന നടൻ എല്ലാ സിനിമയിലെയും പോലെ തന്നെ പൂർണ്ണ കഥാപാത്രമായി തന്നെയാണ് ശ്രീകൃഷ്ണപരന്തിലും അഭിനയിച്ചിരിക്കുന്നത്. കുമാരൻ എന്ന കഥാപാത്രം അല്പം പോലും ഇഷ്ടം ആർക്കും തോന്നില്ല. അത് ആ കഥാപാത്ര സൃഷ്ടിയുടെയും അഭിനേതാവിൻ്റെയും വിജയം തന്നെയാണ്. ഇവയെ കൂടാതെ തന്നെ സപ്പോർട്ടിംഗ് ആക്ടേഴ്സ് ഓരോരുത്തരും അവരുടെ റോൾ ഭംഗിയെ തന്നെ ചെയ്തു. ശ്രീകൃഷ്ണപരന്ത് അക്കാലത്ത് ബോക്സ് ഓഫീസിൽ വലിയൊരു വിജയം തന്നെയായിരുന്നു. മോഹൻലാൽ എന്ന നടൻ്റെ കരിയറിലെ ഏറ്റവും വ്യത്യസ്തമായൊരു വേഷമായിരുന്നു ഇത്.
ഒറ്റപ്പാലത്തുള്ള പാറക്കോട്ട് മനയിലും മറ്റ് പരിസര പ്രദേശങ്ങളിലുമായിരുന്നു സിനിമയുടെ ചിത്രീകരണം. ഈ വീഡിയോ ഫിലിം ഇവിടെ അവസാനിക്കുന്നു. പുതിയ വീഡിയോ ഫിലിമുകളും പുതിയ അറിവുകൾ പങ്കുവയ്ക്കാനുമായി ഞാൻ ഇനിയും വരും. എല്ലാവർക്കും നന്ദി.